സോ വെൽക്കം ബാക്ക് ഗൈസ് ടു അനദർ വീഡിയോ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഞാൻ ചെറിയൊരു മൈക്ക് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ സം ഡിഫറൻസ്. ഓക്കെ ഫൈൻ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ 2 ദിവസത്തെ കാര്യമായിരിക്കും. ഒന്ന് മൺഡേ, പിന്നെ ഇന്നലെ വെനസ്ഡേ ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു ഫ്രം ചെന്നൈ ടു മൈ ഹോം ടൗൺ. ഓക്കെ, സോ ഫസ്റ്റ് വി ലുക്ക് അറ്റ് മൺഡേ. ഓക്കെ, മൺഡേ നിങ്ങൾക്ക് കാണാൻ വരും. നമ്മൾ കുറേ സെൽ സൈഡ് എടുത്തിട്ടുണ്ട്, റൈറ്റ്? 1 2 3 ഇത്ര സെൽ സൈഡ് എടുത്തു. ആൻഡ് നമ്മൾ ഈ ഒരു ഡെയിലി വോളിയം ബാലൻസ് ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ പുറകെ കിടന്ന പട്ടി വരയ്ക്കുന്നുണ്ട്, എനിക്കറിയാം. പട്ടീനോട് കൊല നിർത്താൻ പറഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ, സോ അതൊന്ന് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഡയറക്റ്റ് 4 hour പോവാം. ആ ദിവസം മറ്റേ വാറൊക്കെ തുടങ്ങിയിട്ടൊരു ചെറിയ ഡ്രോപ്പ് ഡൗണിലാണ് ആക്ച്വലി ഓപ്പൺ ആയ മന്ത്. ഓക്കെ, സോ മന്ത് ചെറിയൊരു ഡ്രോപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയത്. ഓക്കെ, ഈ ഒരു സെൽ സൈഡ് എല്ലാം എടുത്തു, ആ ലോ എടുത്തില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. മൺഡേ ഓക്കെ, സോ ഈ ഒരു വീക്ക്ലി ഓപ്പണിംഗ് ആപ്പ് ഉണ്ട്. ഇത് മറ്റേ എന്താ പറയുന്നത്, വാറൻറ്റി ആയതുകൊണ്ട് നടന്ന സംഭവമാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഒത്തിരി ഒന്നും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഓക്കെ ഫൈൻ. കാണാൻ പറ്റും ഈ ഒരു 1 hour ഫെബ്രുവരി അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു സെക്കൻഡ്, ഐ തിങ്ക് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ആ പട്ടി, ഇത് 2 പട്ടിയുണ്ട്. ഒരെണ്ണത്തിനെ തുറന്നു വിട്ടാൽ മറ്റേന് കാട്ടി. ഓക്കെ, അതുകൊണ്ടാണ് അവിടുന്ന് കുരയ്ക്കുന്നത്. ഞാനിപ്പോൾ ചെന്ന് നോക്കി. ഓക്കെ ഫൈൻ. സോ പറഞ്ഞു വന്നേ, ഈ ഒരു ഫെബ്രുവരി അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, അത്രയും സെൽ സൈഡൊക്കെ എടുത്തു. മിഡ് നൈറ്റ് ഇവിടെയാണ്, മിഡ് നൈറ്റിന് താരെയാണ് നമ്മൾ. ഓക്കെ, സോ കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഒരു 1 hour ഫെബ്രുവരി അപ്പോൾ ഉണ്ട്. ഓക്കെ, യാ, ഒരു 1 hour ഫെബ്രുവരി അപ്പോൾ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു ചെറിയൊരു ഹൈ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു 1 hour ഫെബ്രുവരി അപ്പോൾ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ, സോ ഇത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ടൈം ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യും, ഒരു 6 മണിൻ്റെ ഹൈ. ഓക്കെ ഫൈൻ. അതിൻ്റെ 15 minute ടൈം ഫ്രെയിം കാണാൻ പറ്റും. ഈ ഒരു 1 hour ഫെബ്രുവരി ഗ്യാപ്പിലേക്ക് എത്ര മണിക്കാണ് വന്നതെന്ന് നോക്കണേ ആദ്യം. ഒരു 1 hour ഫെബ്രുവരി ഗ്യാപ്പിലേക്ക് വന്നത് 7 മണി ആ ടൈമിലാണ് ഈ ഒരു 1 hour ഫെബ്രുവരി ഗ്യാപ്പിലേക്ക് വന്നത്. ഓക്കെ, സോ വന്നു 7 മണിൻ്റെ ആ ഒരു ടൈം ഫ്രെയിമിലാണ് വന്നത്. ഓക്കെ ഫൈൻ. സോ വന്നു, അവിടെ ഒരു ചെറിയ സെൽ സൈഡ് ഉണ്ടായിരുന്നു. 1 minute പോകുമ്പോൾ കാണാൻ പറ്റും. ആ സെൽ സൈഡ് എടുത്തു. ഓക്കെ, സോ ആ സെൽ സൈഡ് എടുത്തു. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 1 hour ഫെബ്രുവരി ഗ്യാപ്പിൻ്റെ കാര്യം അത് ചെയ്തു. ഓക്കെ, ഞാൻ പിന്നെ മണ്ടയ്ക്കോട്ടുള്ള ട്രേഡ്സ് ആണ് നോക്കിയത്. ഓക്കെ, ആക്ച്വലി ലൈവായിട്ടൊന്നും എടുത്തില്ല, ജസ്റ്റ് ഫോർ ബിക്കോസ് ഓഫ് ദാറ്റ് വാർ. ഓക്കെ, സോ നല്ലൊരു സെൽ സൈഡ് എടുത്തു. അതവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്, റൈറ്റ്? ഒരു സെക്കൻഡ്, കണ്ടല്ലോ. ഓക്കെ, സോ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1 minute ഡയറക്റ്റ് ആയിട്ട് പോവാം.
പ്രീ മാർക്കറ്റാ, പോസ്റ്റ് മാർക്കറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ എടുത്തതാണ്. ഓക്കെ, പിന്നെയും പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ഒരു മാക്രോ ടൈമിങ്ങിനുള്ളിലും കയറി. ഓക്കെ, 10:50 7:50 തൊട്ട് 8:10 വരെ. ഓക്കെ, സോ ഈ ഒരു ടൈം നോക്കി വെക്കുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെൽ സൈഡ് എടുത്തു. സെൽ സൈഡ് എടുക്കാൻ നേരത്ത് നമുക്ക് ഈ ഒരു ലോ എടുത്തത് എന്താ, ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ആണ് അല്ലേ. സോ ആ സസ്പെൻഷൻ ബ്ലോക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ ഫസ്റ്റ് സെൻറ്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുക ആഫ്റ്റർ 7 o'clock എങ്കിൽ ഇത് വരും അല്ലേ, ഇത് വരും. ഓക്കെ, സോ ഞാനിപ്പോൾ അതല്ല കൺസേൺ ചെയ്തത്. സോ അതെടുത്തു, ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്കിനെ അത് ഇൻവേസ്റ്റ് ചെയ്തു. പിന്നെ ആ സസ്പെൻഷൻ ബ്ലോക്കിലേക്ക് വന്നു. ഫസ്റ്റ് എൻട്രി എവിടുന്ന്, ഇവിടുന്ന്. കാരണം ഇത് എന്തുകൊണ്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ സസ്പെൻഷൻ ബ്ലോക്കിലേക്ക് വന്നു. ഇതിൻ്റെ മിഡ് പോയിന്റ് വരെ പോയി. നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ താഴോട്ട് പോകാൻ ശ്രമിച്ചു. ബട്ട് ബോഡി ക്ലോസ്ഡ് അബവ് ദ 0.25 ഓഫ് ദാറ്റ് സസ്പെൻഷൻ ബ്ലോക്ക്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ ഫൈൻ. ആൻഡ് നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അപ്പോൾ ഈ ഒരു 2 താഴോട്ട് ക്ലോസ് ആയി, 3 താഴോട്ട് ക്ലോസ് ആയി ക്യാൻഡിൽ എന്താ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാനില്ലേ. സോ ഫസ്റ്റ് എൻട്രി അത് മാത്രമല്ല, നിങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സും ചെയ്തിട്ടുണ്ട്. ഒരു വാട്ട് യു സേ BPR റേഞ്ച് പോലെ ക്രിയേറ്റ് ചെയ്തു. ആ BPR റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നു. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്യുമായിരുന്നു, കാരണം ഇത് ക്ലോസ് ചെയ്ത നെക്സ്റ്റ് ക്യാൻഡിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നിങ്ങൾ എൻട്രി എടുക്കുക. ഓക്കെ ഫൈൻ. സോ ഇവിടെ എൻട്രി എടുക്കുക. 20 points SL. ഈ ഒരു ഹൈ ആണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ആൻഡ് തേർഡ് ടാർഗറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത് 20 പോയിന്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് എടുക്കുമ്പോൾ. സോ അഗെയിൻ ആ എൻട്രി അവിടെ നിന്ന് എടുത്തു. ആ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മൂന്നാമത്തെ തവണ നല്ലൊരു ഇത് തന്നു. പിന്നെ താഴോട്ട് വന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു 2 ക്യാൻഡിലേക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ആൻ ഓർഡർ ബ്ലോക്ക്. അവിടെ വന്നതിന് ശേഷം നല്ലൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം ഈ ഒരു ക്യാൻഡിൽ പിന്നെ അടുത്ത എൻട്രി എടുക്കാം, പിരമിഡ് എൻട്രി. ഓക്കെ, അപ്പോൾ ഈ ട്രയൽ ചെയ്ത സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവെക്കും. ഓക്കെ, സെയിം ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് ആൻഡ് തേർഡ് ടാർഗറ്റ്. ഓക്കെ, സോ എനിക്കിത് വർക്കാവത്തില്ല. ഇത് വർക്കാവാൻ പറ്റത്തില്ല. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്താലും പേപ്പർ ട്രേഡിങ് ഇത് വർക്കാവില്ല. ഓക്കെ, വർക്കാവും. ഇത് വർക്കാവും, പക്ഷേ 10 മിനിറ്റ് ഡിലേ അല്ലേ. ഞാനിപ്പം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിലായിരിക്കും സംഭവം എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, ജസ്റ്റ് വെയിറ്റ് ഫോർ സം സെക്കൻഡ്. ഓക്കെ, ഞാനിപ്പോൾ വരാം.
സോറി ഗൈസ് ഫോർ ദറ്റ് ഡിലേ. ഞാൻ ഇപ്പോൾ പോസ് ആയെന്ന് എനിക്ക് മനസ്സിലായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇവിടുന്ന് ആ വഴി എടുക്കുന്ന കാര്യമല്ലേ. ഇവിടെ എൻട്രി എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ വണ്ടി ക്ലോസ് ആയി കഴിഞ്ഞു. ഇതതിൻ്റെ താരം വരെ വന്നു ഇവിടേക്ക് എൻ്റെ എൻട്രി ഓർ ഈ രണ്ട് കറുത്ത ക്യാൻഡിൽ ഓർ യു ക്യാൻ സേ ദാറ്റ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ക്ലോസ് ആകുമ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന ഈ രണ്ട് ഇവിടുന്ന് എൻട്രി എടുക്കാം. ഓക്കെ, സോ ആ ബ്ലാക്ക് ക്യാൻഡിൽ 8-14-11. ഓക്കെ, സോ അവിടുന്ന് എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ട്രയൽ ചെയ്ത് നോക്കേണ്ട സ്ഥലം ഇവിടെ. ഈ സസ്പെൻഷൻ ബ്ലോക്കിൻ്റെ പണി കഴിഞ്ഞു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 നാലാമത്തെ തവണ വന്നു, ബട്ട് ഡസൻറ്റ് അങ്ങനെ. ഓക്കെ, ഫൈൻ. അവിടെ എൻട്രി എടുക്കുക. ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത ഷോർട്ട് ടൈം ഹൈ, ഫൈനൽ ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത ഫൈനൽ ടാർഗറ്റ്. ഈ ടാർഗറ്റ് ചെയ്യാനിടാൻ കാരണം ഈ ഒരു 0.25 എന്ന് പറഞ്ഞ ഒരു ലെവൽ അവിടെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങളെ രണ്ട് ടാർഗറ്റും അടിച്ചു കഴിയുമ്പോൾ എസ് വേണമെങ്കിൽ ബ്രേക്ക് ഈവനെ കൊണ്ടിടുക. ഓക്കെ, ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും നിങ്ങൾ. ഈ ഒരു കറുത്ത ക്യാൻഡിൽ ഷുഡ് ആക്ട് ആസ് എൻ ഓർഡർ ബ്ലോക്ക് ആൻഡ് പുഷ് ദ പ്രൈസ് ഹയർ. ഓക്കെ, സോ ഇതിവിടെ ഡിസ്ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു പച്ച ക്യാൻഡിൽ ഉണ്ടാക്കി അതിൻ്റെ താഴെ ക്ലോസ് ആയി, രണ്ട് ക്യാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ ഇത് അറിയാതെ ഇടയ്ക്ക് വെച്ച് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചു, എന്നിട്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ എസ് കൊണ്ടിടുക. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു പച്ച ക്യാൻഡിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യാതെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്കറായിട്ട് ആക്ട് ചെയ്ത് പിന്നെയും മണ്ടയ്ക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് റെസ്പെക്റ്റ് ചെയ്ത് നേരെ തിരിച്ചു വന്ന് അടിച്ച് താഴോട്ട് തന്നെ പോയി. ഓക്കെ, അത്രയേ ഉള്ളൂ അന്നത്തെ ഈ ദിവസത്തെ ട്രേഡ്. എവിടെ തുടങ്ങും, ഇവിടെ തുടങ്ങും. അല്ല, 8 മണി കഴിഞ്ഞിട്ടുള്ള ലോ എടുത്തു. ഇതിൻ്റെ കാരണമാണെന്ന് തോന്നുന്നു. പിന്നെന്താ വാറിൻ്റെ കാരണം 9:00 ഡയറക്റ്റായിട്ട് ഓപ്പണായി മണ്ടയ്ക്കോട്ട് കയറിപ്പോയത്. ഓ, അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഫൈൻ. नहीं मैंने को नहीं चाहिए ആൻസൺ കൊത്. ഓ സോറി ഗൈസ്, അതിനോട്ടിൽ കൊച്ചിനോട് സംസാരിച്ചു. ഓക്കെ, ഓ ആ ദിവസത്തെ നിങ്ങൾക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ ഞാൻ പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കിയില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ചിലവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഈ 10 മിനിറ്റ് ഡിലേ പറഞ്ഞ് ശരിയാണോ? അത് കാരണം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 10 മിനിറ്റ് ഡിലേ ആണ്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എടുക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം. കാരണം മാർക്കറ്റ് 25.56 കിടക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു സെല്ല് ഞെക്കിന്ന് വെച്ചു. ഇതെവിടെ എൻട്രി ആയത്? ഇത് സ്പ്രെഡ് കാരണമല്ല ഇത് ഇവിടെ പോയി എൻട്രി ആവുന്നത്. ഓക്കെ, ഇതാ 10 മിനിറ്റിന് ഡിലേ കാരണമാണ്, അല്ലാതെ ഇതിൻ്റെ എന്താ പറയുന്നത്, എന്ത് ഒരു സ്പ്രെഡോ അതുകൊണ്ടൊന്നും അല്ല. ഓക്കെ, ഇതാണ് ഞാൻ എൻട്രി ആയത്. കാരണം നിങ്ങളിപ്പം ഇത് എത്ര മണിയാ, 12:20 ഒരു ട്രേഡ് എടുത്തെന്ന് വെച്ചു താരോട്ട്. ഓക്കെ, അത് ചിലപ്പോൾ എക്സിക്യൂട്ട് ആവുന്നത് 12:30. ഇവിടെ നിന്നായിരിക്കും റിയൽ ടൈമിൽ എക്സിക്യൂട്ട് ആവുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു ടൈം ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇന്നലത്തെ കാര്യം ടോപ്പ് സ്റ്റോപ്പിൽ പോയി നോക്കാം. ഓക്കെ, ഫൈൻ. സോ എനിക്ക് 2-3 ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ $600 ലോസ് വരെ പോയി. ഓക്കെ, ഓക്കെ, സോ ഞാനിത് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ടോപ്പ് സ്റ്റെപ്പ് എടുക്കാം. ഓക്കെ, സോ
സെയിം സാധനങ്ങൾ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇത് ഈ മാങ്ങാത്തലി എനിക്ക് നോക്കാൻ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. എന്തൊരു പൊട്ടയായിട്ട് അത് മൂവ് ചെയ്യുന്നത്. സോ ഫോർ ദി ടൈം ബീങ് ഞാൻ ഈ ഒരു ചാർട്ടി മാത്രമേ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ ഓപ്പൺ ആയത് ഇവിടെ കുറച്ച് താരോട്ടൊക്കെ പോയി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഫൈൻ, നോ പ്രോബ്ലം. അനോട്ടേഷൻസ് എടുത്തെന്ന് വെച്ചാൽ പ്രീവിയസ് ഡേൻ്റെ വിക്ക് മാത്രമേ ഞാൻ ഇന്നലെ നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ 0.5 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ ഗോയിങ് ടു എ അവർലി ചാർട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് 0.5 വരെ ഇതിൻ്റെ പോയി. ഇവിടെ ആണെന്ന് തോന്നുന്നു മിഡ് നൈറ്റ് ഓപ്പൺ, അതിൻ്റെ താരെ പോയി. അതായത് ഏഷ്യൻ ടോസ് ഇവിടെ എടുത്തു, ഏഷ്യനിലോ ഇവിടെ എടുത്തു 1 മണിക്ക് ലണ്ടൻ ഓപ്പൺ ആയിരുന്നു. ഓക്കെ, എന്നിട്ട് ഇതെന്ത് ചെയ്തു, നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. ഇത് അന്നത്തെ സെൽ സൈഡ്. ഓക്കെ, സോ ഈ ഒരു പച്ച ക്യാൻഡിൽ ഉണ്ടോ മണ്ടയ്ക്കോട്ട് ഓപ്പണായി ക്ലോസ് ആക്കുന്നത്, അത് നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു സാധനം സോറി ഗൈസ് ഫോർ ദ ഇൻട്രപ്ഷൻ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പച്ച ക്യാൻഡിൽ അത് ഇവിടെ റെസ്പെക്ട് ചെയ്ത് താഴെ വരെ പോയി. ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു ലോയെങ്കിലും എടുക്കും. ഈ ഒരു ഫെയർ വാല്യൂക്ക് വന്നു നമ്മൾ, എന്നിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് നല്ലൊരു മണ്ടയ്ക്കോട്ടേക്ക് പോയി. പോകുന്നതായിരിക്കും എന്ത് ചെയ്തു, ഞാനിത് ഡിസ്റെസ്പെക്ട് ചെയ്തതിൻ്റെ മണ്ടയ്ക്ക് ക്ലോസ് ആയി. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഓഫ് ആയി. ഇതിൻ്റെ ബോഡീസിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ക്ലോസ് ആയി. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾ ഈ ഒരു ഇത് നോക്കുക, ഇത് വേണ്ട, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കിയാൽ മതി. ഓക്കെ, സോ 15 മിനിറ്റ് പോയി കഴിഞ്ഞ് കാണാൻ പറ്റും. ഇത് ഈ ഒരു എടുത്ത് പോയതിൻ്റെ സൈഡ്, ആ ബൈ സൈഡ് എടുത്തു നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 മണി ടൈമിലൊക്കെ ആയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഫോമായി. ആ ഒരു ഹൈ ഒരു 6 to 7 ആ ഒരു ഇടയ്ക്ക് എടുത്തു. 1 മണിക്ക് ആ ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്ന് താഴെ വരെ ഇങ്ങോട്ടേക്ക് പോയി. ആ ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോയി. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, മണ്ടയ്ക്കോട്ടൊക്കെ ബ്രേക്കാണ് നേട്ടം, ഓർഡർ ബ്ലോക്ക് ആണ്. ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഇവിടെ ചെന്ന് ടച്ച് ചെയ്യുമ്പോൾ ബ്രേക്കർ ഓർഡർ ബ്ലോക്ക് മാറി പോകുന്നു. ഓക്കെ, സോ 9:30 മാർക്കറ്റ് ഓപ്പൺ ആയി. അല്ല, എന്നിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് തിരിച്ച് കയറി ആ ബൈ സൈഡ് എടുത്തു. ഓക്കെ, ഈ ഒരു 15 മിനിറ്റിൻ്റെ നോക്കി ഞാൻ ഈ പച്ച ക്യാൻഡിലാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഈ കറുത്ത ക്യാൻഡിൽ അല്ല. അപ്പോൾ ഇത് കറക്റ്റാണ്, ഞാൻ ബ്രേക്കറായിട്ട് പച്ച ക്യാൻഡിൽ എന്ന് വെച്ചാൽ പച്ച ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്ത് താഴോട്ട് കൊണ്ടുപോകണമല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെ ഇട്ടു. എന്നിട്ട് ബാക്കി ടൈമെല്ലാം ഇങ്ങനെ മുമ്പ് ഇരിക്കുമായിരുന്നു. ഓക്കെ, 8:30 ആ ഒരു ടൈമിൽ ഒന്നും വലുതായിട്ടൊന്നും നടക്കുന്നില്ല. ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ, അപ്പോൾ അങ്ങനെ 9:30 ഓപ്പണായി. ഈ ഉള്ള ബൈ സൈഡ് എല്ലാം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് താഴോട്ടൊരു ട്രേഡ് നോക്കി. ഇതല്ല 7 o'clock ഉണ്ടല്ലോ, ആ ലോ എടുക്കാൻ വേണ്ടി. ഓക്കെ, സോ അത് എല്ലാം മാർക്ക് ചെയ്തു. ഈ ഒരു ഓപ്പണിംഗ് ഗ്യാപ്പ് അതിൻ്റെ ഒരു 0.5 വരെ എനിക്ക് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. ഓക്കെ, സോ ഫൈൻ. അതിൻ്റെ ബൈ സൈഡ് എടുത്തിട്ടുണ്ട്. അഗൈൻ ദാറ്റ്സ് എ ഗുഡ് തിങ്, ബട്ട് ഐ എം നോട്ട് ബോതേർഡ് ഓഫ് ദാറ്റ് തിങ്. ഓക്കെ, സോ
ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഞാൻ കൺസിഡർ ചെയ്ത് ഇനി മണ്ടയ്ക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് അവിടെ വന്ന് എന്തെങ്കിലും ചെയ്യണം. ഓക്കെ ഫൈൻ. സോ ഞാനെങ്ങനെ ട്രൈ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് പോയി, 5 മിനിറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, സോ പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു 1 മിനിറ്റ്. ഞാനെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മാർക്കറ്റ് ഇവിടെ ഓപ്പണായി നേരെ ചെന്ന് ഇതൊരു ജൂഡാസിങ്ങാന്ന് ഞാൻ വിചാരിച്ചു. ഞാനങ്ങനെ ഈ ഒരു 3 കോൺസിക്യൂട്ടീവ് അപ്പ് ക്ലോഞ്ചസ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ടും ഈ ഒരു കാർത്തിൻ്റെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ടും ഇപ്പോൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിന്ന് ഞാൻ എൻട്രി എടുത്തു. ഇതൊരു കറുത്ത എൻട്രിയിൽ നിന്ന്, കറുത്തയാണോ പച്ചയാണോന്ന് ഞാൻ ഓർക്കുന്നില്ല, പച്ചയാണെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോയി സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ടു, അതായത് ഈ 35ൻ്റെ ക്യാൻഡിൽ ഇട്ടു. ഓക്കെ, ടാർഗറ്റ് ഞാൻ 81ൻ്റെ ലോ ഇട്ടു. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, 45 പോയിന്റ് എന്തോ ആയിരുന്നു തോന്നുന്നു. ഓക്കെ ഫൈൻ. സോ ഇതാണ് ഞാൻ ബേസിക്കലി ഇട്ടത്. ഓക്കെ, അങ്ങനെ താഴെ പോയി ഞാൻ വിചാരിച്ചു ദർ ഇസ് വൺ മോർ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ഷോ യു. ഈ ഒരു 5% ഫെയർ വാല്യൂ ഗ്യാപ്പ് ആഫ്റ്റർ 7 o'clock. ഓക്കെ, 7 o'clock ഇങ്ങനെയുള്ള 5% ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ പറഞ്ഞില്ല, ആ ബ്രേക്കർ. ഓക്കെ, 50 മിനിറ്റിൻ്റെ ബ്രേക്കർ. ആ ബ്രേക്കറിലേക്ക് വന്നു. നിൽക്കുകയാണ് അവിടെ തന്നിട്ടുള്ള ഒരു റിജക്ഷൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓമ്പിക്കാനുള്ള. ഞാൻ ട്രയൽ ചെയ്തെടുത്ത് എന്ത് ചെയ്തു, ഈ പച്ചക്കാൻ്റെ മണ്ടയ്ക്ക് ബോഡി ക്ലോസിങ്ങിൻ്റെ അവിടെ ഇട്ടു. ഡയറക്റ്റായിട്ട് അടിച്ചു, കുഴപ്പമില്ല, പോയി. എന്നിട്ട് നടന്നതാണ് ഹിസ്റ്ററി എന്നല്ല, ഞാൻ പിന്നെ നോക്കിയില്ല, ഞാൻ ഇറങ്ങിപ്പോയി. ഓക്കെ, ഞാൻ പിന്നെ വൈകുന്നേരം എന്തോ നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. ഓക്കെ ഫൈൻ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് 5% ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ടൈം ഹൈ ക്രാക്ക് ചെയ്ത് മണ്ടയ്ക്കോട്ട് വരും. അഗെയിൻ ഇത് താഴോട്ട് വന്നു, എങ്ങോട്ടേക്ക്, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക്. ഫൈൻ. അതായത് അതിനെ വേണമെങ്കിൽ ഒരു പ്രിക്കോഷൻ ബ്ലോക്ക് എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ ഫൈൻ. സോ അവിടേക്ക് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, നല്ല ക്യാൻഡിൽസ് എല്ലാം മണ്ടയ്ക്കോട്ടെ ക്ലോസ് ആയി. ദ ടൈം വെൻ ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഡയറക്റ്റ് എൻട്രി ഇങ്ങനെ എടുക്കാം. ഓക്കെ, 85 പോയിന്റ്. ഞാനിവിടെ ഒരു റിലേറ്റീവ് ഹൈ സെറ്റ്, അത് ഈ 1 ഹവറിൻ്റെ ഒരു സംഭവമാണ്. ഓക്കെ, അവിടം വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യും. ഓൾമോസ്റ്റ് ഈ സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ അവിടം വരെ ഹോൾഡ് ചെയ്യും. ഓക്കെ, ആൻഡ് അഗെയിൻ ഇത് ഫസ്റ്റ് എൻട്രി നിങ്ങൾക്ക് എടുക്കാം. പിന്നെയും ഈ ക്യാൻഡിൽ താഴോട്ട് ഇവിടെ വന്ന് മുട്ടുമ്പോൾ വേണമെങ്കിൽ ഒരു പിരമിഡ് എൻട്രി കൊണ്ട് എടുക്കാം. ഓക്കെ, ഓർ എൽസ് വെൻ ദിസ് ക്യാൻഡിൽ ക്ലോസ്, വേണ്ട, ഞാൻ പറയുന്നത് ഇത് എടുക്കുക ആൻഡ് നെക്സ്റ്റ് റൈറ്റ് എൻട്രി ഇവിടെ എടുക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ട് ഈ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു ആൻഡ് ഇറ്റ് സ്റ്റേഡ് അബോവ് ദിസ് 5% റൈറ്റ്, ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ് എൻട്രി. ലുക്ക് ഗുഡ് റൈറ്റ്. സോ ഒരു 5% ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെയുണ്ട്, ഒരു 30-40 പോയിന്റ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ ദാറ്റ് വാസ് എ ട്രേഡ്. ഓക്കെ, ഈവൻ ദോ യു ക്യാൻ പ്ലേസ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടൊരു സാധനം 33 പോയിന്റ് 35 പോയിന്റിലൊക്കെ. ഓക്കെ, നല്ലൊരു ഇതായിരിക്കും, അതായത് ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ഇവിടെയും സെയിം സാധനം തന്നെ. ഐ ഹോപ്പ് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന്. ഈ 5% ഫെയർ വാല്യൂ ഗ്യാപ്പ് ആഫ്റ്റർ 7 o'clock അങ്ങനെ പ്രത്യേകിച്ച് അവിടെ റെസ്പെക്ട് ചെയ്തൊന്നുമില്ല. ഓക്കെ, ഒരു ചെറിയ
ലോ എടുക്കാനും എനിക്കൊരു hourly fervent ബ്രേക്ക് വരാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഇവിടെ ഉപയോഗപ്പെട്ടു. ഓക്കെ, ദാറ്റ്സ് വൈ അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇവിടെ കൊണ്ടിട്ട്, അല്ലായിരുന്നു ഞാൻ ഡയറക്റ്റ് പോയി ലോസ് അടിച്ചു സെറ്റ് അടിച്ചത്. ഓക്കെ, again thank for my analysis that I didn't make a loss to. ഇതെനിക്കൊരു 1:1 ട്രേഡ് ആയിരുന്നു ഇന്നലത്തെ. ഓക്കെ, 1:3 or 3.5 ട്രേഡ് ആണ് ശരിക്കും ഇത്. ഇറ്റ് വാസ് ഫൈൻ. പിന്നെ എനിക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ തോന്നില്ല, കാരണം എന്താ പറയുന്നത്, ഇതൊക്കെയല്ലേ ന്യൂസും അല്ല ഈ വാറും കോപ്പും ഒക്കെയാണ്. പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ല ചെയ്യാനിപ്പം. നോക്കട്ടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല. എനിക്കറിയാം, ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. എനിക്ക് അത്ര വയ്യാത്തതുകൊണ്ട് ഇച്ചിരി തലവേദനയൊക്കെ ഇങ്ങനെ എടുത്തിരിക്കും. ഒന്നിനും ഒരു ഇതില്ലാത്തതിൻ്റെ കൂട്ടായി. അതുകൊണ്ടാണ് ഇത്, വേറെ ഒന്നും അല്ല കേട്ടോ. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. നാശം ചിലപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോത്തില്ല കണ്ടോ. ഇത് അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കുറേ ലിക്വിഡിറ്റി പണ്ടൊക്കെ ലിക്വിഡിറ്റീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നോക്കാം ഇനി എന്തോ എന്തിന് നടക്കാൻ പോകുന്നത്, അല്ല എന്താ പറയാൻ. Okay, thanks for watching guys. That's all for today. Performance stats ഇതാണ്. Okay, so that's all for the video guys. So see you in the next video. അത്രയും നേരത്തേക്ക് ബൈ.